ഹലോ നമസ്കാരം ഗായ്സ്. ഞാൻ ഏത് പച്ചക്കറി വിത്ത് നടുകയാണെങ്കിലും ഞാൻ ഇതുപോലെ നടാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ വിത്തും വേസ്റ്റായി പോകാറില്ല. എല്ലാം മുളച്ച് നല്ല ഗ്രോത്തായിട്ട് കിട്ടാറുണ്ട്. ആദ്യം നമ്മൾ 40 രൂപയ്ക്ക് ഇതുപോലെ ചകിരിച്ചോറും അതിലെ മിശ്രിതം കിട്ടും. കാരണം ഇത് കുരു നടാൻ പറഞ്ഞാൽ 40 രൂപ കൊടുത്താൽ ഇതുപോലെ ഒരു പാക്കറ്റ് കിട്ടും. അത് നമ്മൾ 30 രൂപ കൊടുത്താൽ ഇതുപോലെ ഡ്രേ കിട്ടും. ആ ഡ്രേയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക, ഫില്ല് ചെയ്യുക. ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഇതുപോലെ നല്ല ഇതാക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഇതാണ് കേട്ടോ കമ്പോസ്റ്റ് ചകിരിച്ചോറാണ്. 40 രൂപയാണ്. എല്ലാം ഇതിൽ മിക്സാണ് കാര്യം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുക, നല്ല ഉഷാറായിട്ട് നല്ല ടൈറ്റിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് വേറൊരു ഡ്രൈ ഇതിൻ്റെ മേലെ വെച്ചിട്ട് പ്രസ് ചെയ്യുക, നല്ല അമർത്തുക. നല്ല ടൈറ്റാണ്. അല്ലെങ്കിൽ ടൈറ്റ് അല്ലെങ്കിൽ നമ്മൾ തൈ നട്ട് മുളച്ച് കഴിഞ്ഞാൽ പറിക്കുമ്പോൾ വേര് പോകും. ടൈറ്റാണെങ്കിൽ നല്ല വേരൊന്നും പോവാതെ നമുക്ക് നല്ല ആ ചകിരിച്ചോറും കൂട്ടിക്കാണ്ട് കിട്ടും. അതുകൊണ്ടാണ് നല്ല ടൈറ്റാക്കുന്നത്. എന്നിട്ട് ഞാൻ കുക്കമ്പറിൻ്റെ വിത്താണ് നടുന്നത്. കാരണം നമുക്ക് ഇനി കുക്കമ്പർ നടണം. കാരണം മറ്റേ കഴിയുമ്പോഴത്തേന് ഇത് നടണം. അപ്പോൾ എല്ലാത്തിലും ഓരോ വിത്ത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല ഇതിൽ വിത്തിട്ട് കൊടുക്കുക. വിത്ത് എപ്പോഴും ഹൈബ്രിഡ് വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. നല്ല വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. കുറച്ച് പൈസ കൊടുത്താലും നല്ല വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. എന്നാലേ നമ്മൾ ഓരോരോ കഷ്ടപ്പാടിനും നമുക്ക് വലിയ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. വിത്താണ് മെയിനായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഈ ചകിരിച്ചോറ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ചെയ്ത വെല്ലൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ആക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്യും. നമ്മൾ ഈ ഡ്രൈ വാങ്ങുമ്പോൾ കുറച്ച് ഇതുപോലെ വലിയ വട്ടല ഡ്രൈ വാങ്ങിക്കൊണ്ട്, ചെറുതാകുമ്പോൾ നമുക്ക് 2 ഇല പരിഭാവം പറിച്ച് നടി. ഞാനൊരു 3 ഇല പരിഭാവം പറിച്ച് നടും. അപ്പം അതിന് ചെടിക്ക് നിൽക്കാനുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വലുത് തന്നെ നമ്മൾ വാങ്ങും. ഇത് കുറച്ച് വട്ടം കൂടിയതാണ്. ഏകദേശം 30 രൂപയാണ്. ഇത് മറ്റേ 15ആണ്. ഇത് 30 രൂപയാണ്. 50 വിത്ത് നടാം നമുക്ക്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും കണ്ടോ, നല്ല ടൈറ്റാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാതും ആ ചകിരിച്ചോറ് ഏകദേശം ഇതിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയാൽ ഒരു ഡ്രൈക്ക് കണക്കാട്ടോ. ഇത് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതേമാർക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും. ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചകിരിച്ചോറാണ്, കൂടുതൽ വെള്ളം ചെയ്യരുത്. കുരു ചീഞ്ഞ് പോകും. കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു രാവിലെയും വൈകുന്നേരം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് ഏകദേശം ഫുള്ള് മുളച്ച് വരും. ഒറ്റ വിത്ത് നമുക്ക് വേസ്റ്റ് ആവില്ല. എല്ലാതും മുളച്ച് ഉഷാറായിട്ട് വരും. കാരണം അത് കാണിച്ചു തരാം. 2 ദിവസം കഴിഞ്ഞ് അത് കാണിച്ചു തരാം. എല്ലാതും നല്ല ഉഷാറായിട്ട് വിത്ത് വരും. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം.